എന്താണ് ഇന്നത്തെ പരിപാടി? വലിയ മുതലാളി ടീം സ്ഥലത്തുണ്ടോ? ഡാഡിയും മമ്മിയും ഹൗസ് വിസിറ്റിംഗ് പോയിരിക്കുക. വരുമ്പോ ലേറ്റ് ആവും. അത് നന്നായി, അല്ലെങ്കിൽ ഉപദേശം കേട്ട് തല പൊടിത്തെറിച്ചു. നിന്റെ പ്രൊജക്ടുകളൊക്കെ എന്തിനായിടേ? നീ എന്തിനോ വലിയ പരിപാടികൾ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞല്ലേ, എന്തിനായിടേ? അതൊന്നും ആയില്ല. ഡാഡിയുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആൻസർ ഒന്നും കിട്ടിയില്ല. ശേ തന്നെ, ഇനി എന്തിനു ചെയ്യും ചെല്ലക്കിളി? നീ ഒരു 50 അടി എനിക്കെന്നാ. നിന്റെ ഡാഡിയും കൊണ്ട് പറഞ്ഞ സമയത്തിനാല് ഞാൻ അതൊരു നല്ലൊരു ഐഡിയ ആണ്. പകുതി എനിക്കും കൂടെ തന്നാ മതി. എടാ, ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് പോയാൽ ശരിയാകത്തില്ല. കാരണം ഞങ്ങളുടെ ഡാഡി എല്ലാ വിശുദ്ധ ആരാധനയ്ക്കും മക്കള് കൂടെ തന്നെ വേണം. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തുന്നത്. ഇവനെ കൊണ്ട് വല്ലതും നടക്കും? അല്ല, ഇവനെ വല്ലതും അറിയാം? ഡേ അപ്പി, നീയേ അവനെ അങ്ങനെയൊന്നും കൊച്ചാക്കണ്ട കേട്ടാ. അവനുണ്ടല്ല പല കാര്യത്തിനും ഒരു പുലിയാണ് പുലി, അതായത് ഒരു സിംഹം. അതെ അതെ, നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ മോനെ നീ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. എനിക്കൊരു ഐഡിയ തോന്നും, അത് നടപ്പിലായ നീ വിജയിച്ചു. എന്തായാലും പറ, നടപ്പുള്ള കാര്യമാണോ നമുക്ക് നോക്കാം. അതൊരു സീക്രട്ട്. You mean? Yeah bro, wonderful idea can change your life. ഇവന് ഇങ്ങനെ ഇരിക്കുന്ന നോക്കില്ല അപ്പി, ഇവന്റെ വയറ് നിറച്ചും കുത്തി തന്നെന്ന് പോ. എന്നാലും എങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നത്? നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും ഇങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. വാവുണ്ട് വല്ലതും ചോദിക്കണം, മനസ്സിലായോ? അവന് ഇപ്പൊ എന്തൊക്കെയോ പിടികിട്ടി അല്ലേ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാം. കാര്യങ്ങൾ നീ തീരുമാനിക്കും. പിന്നെ മറ്റേ പുള്ളിയെ സൂക്ഷിച്ചോണം. പിന്നെ ഇതിനിടയിൽ വേറെ തൊന്തരവുകൾ ഒന്നും പിടിച്ചു വെക്കരുത്. നമ്മൾ പോണേ കേട്ടാ. ഓ, നിങ്ങളുടെ ഹൗസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞോ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ള വല്ല വിചാരമുണ്ടോ? കഴിക്കാനോ കുടിക്കാനോ വേണോ ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല. നിനക്ക് എന്തെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചുകൂടെ? കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. നിന്റെ ചേട്ടായി കൂടെ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. എവിടെ പോയി? എനിക്കൊന്നും അറിയില്ല. എവിടെയും പോയി കാണും. ഓ, അവർ അവളുടെ വീട്ടിൽ പോയതാ. എന്നോട് പറഞ്ഞിട്ടാ പോയത്. നമുക്ക് ഇവനെ പിടിച്ചങ്ങ് പെണ്ണ് കെട്ടിച്ചാലോ? ഒരു ഉത്തരവാദിത്വം മതി. വേലയും കൂലിയുമില്ലാത്ത ഇവൻ ആര് പെണ്ണ് കൊടുക്കാനാ? നീ അവനെ അങ്ങനെ ഒന്നും കൊച്ചാക്കണ്ട. നമ്മുടെ ഫാമിലി ചുമതല അവനെ ഏൽപ്പിക്കാം. മാന്യമായ ഒരു സാലറി നമുക്ക് കൊടുക്കാം. അവിടെ ആവുമ്പോൾ എപ്പോ വേണമെങ്കിലും വീട്ടിൽ വരാമല്ലോ. അത് നല്ല കാര്യമാ. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, പെണ്ണും വേണ്ട. എന്നാ നീ തോട്ടത്തിൽ പോ. അവിടെ ആകുമ്പോ മറ്റു പ്രയാസമൊന്നുമില്ലല്ലോ. ഓ, പിന്നെ കണ്ട കൊതുവിന്റെ അട്ടയുടെ കടിയൊന്നും കൊള്ളാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. പിന്നെ നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നേ? നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യാൻ നാളെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. നീയും ചേട്ടായും കൂടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഓ, ഡാഡിയും ചേട്ടായും കൂടെ പോയാ മതി. എനിക്കൊന്നും വയ്യ കണ്ട സാഹിബിന്റെയും മദാമയുടെയും പുറകെ നടക്കാൻ. ഇവനിങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒന്നിനും ഒരു താല്പര്യമില്ലാതെ. എന്താ നിന്റെ ഇഷ്ടം അത് പറ. എനിക്ക് മടുത്തു. എന്നും ഈ മലമുട്ടിൽ കിടക്കാൻ വയ്യ. ഇവിടെ എന്തെങ്കിലും സൗകര്യമുണ്ടോ? നേരെ ജോലി മൊബൈലിന് റേഞ്ച് പോലും കിട്ടത്തില്ല. എന്താ നിന്റെ ഉദ്ദേശം? ന്യായമാണെന്ന് നമുക്ക് നോക്കാം. ഡാഡി ഇവനെ വഷളാക്കുന്നത്. എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും. മൂത്തവനെ നോക്ക്, നമ്മുടെ ഒരു വാക്കവൻ ധിക്കരിക്കുമോ? നേരം വെളുത്താൽ വൈകുന്നോളം കുടുംബത്തിന് വേണ്ടി